ഹലോ ഗൈസ്, ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് പോവാം. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ ഒരു വിൻഡോ ഷേപ്പിലുള്ള കാർഡ്ബോർഡിലൊന്ന് വെട്ടിയെടുക്കണം, 2 പീസസ് ആയിട്ട്, എന്നാലുള്ള നീറ്റും വൃത്തിയൊക്കെ കിട്ടുക. പിന്നെ ഒരു സ്റ്റാൻഡ് വേണം. കാർഡ്ബോർഡ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാൻഡാണ്, കുറച്ച് വലുപ്പമുള്ളത്, തടിയൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ ഒട്ടിച്ചാലും മതി. ഗ്ലൂ കൊണ്ട് ആണ് എനിക്കതിൽ ഒട്ടിക്കാൻ പറ്റണത്. പിന്നെ ഒരു ബട്ടർഫ്ലൈ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കി അതൊന്ന് വെട്ടിയെടുത്തിട്ട് പേപ്പറിൽ വെട്ടിയെടുത്തിട്ട് അതൊന്ന് കളർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊന്ന് തരണേ. അപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ കുറേ ക്ലിപ്സ് ആയിട്ടുള്ള വീഡിയോകളുണ്ടായിരുന്നു. അതൊക്കെ വെട്ടിക്കുറച്ചിട്ടാണ് ഇത്രയും ചെറിയ ഒരു വീഡിയോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത്രയ്ക്കും ലോങ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ പഴയ ഒരു വീഡിയോ കിട്ടിയതാണ്, ഇതുവരെ ഇടാൻ പറ്റിയിരുന്നില്ല. ഇത് കണക്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഇപ്പോഴാണ് പറ്റണേ. ഇത് എന്നെടുത്ത വീഡിയോ ആണെന്ന് എനിക്ക് പോലും ഇപ്പോൾ ഓർമ്മയില്ല. അപ്പം അങ്ങനെ ബട്ടർഫ്ലൈനൊക്കെ വരച്ച് അതിൻ്റെ മേലെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി പെയിൻറ്റ് കളർ അടിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് ഡെസ്ക് ഡെക്കോറാക്കിയും എടുക്കാം. ഒരു ഗാർഡൻ്റെ ലുക്കൊക്കെയാണ് ഇതിന് വരുന്നത്. നല്ല ഭംഗിയാക്കാം കേട്ടോ. അപ്പോൾ അതിനൊന്ന് നല്ല കളർ ചെയ്തെടുക്കണം. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കലാണ് ഏറ്റവും വലിയ പണി. അതൊക്കെ വെട്ടിയെടുക്കുമ്പോഴത്തേന് കുറേ സമയമാവും. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് എല്ലാത്തിനും ഞാൻ ഈ ബ്ലൂ കളറ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കണേ. അതൊക്കെ ഉണ്ടോ എല്ലാതും. ഇനി അത് ഉണങ്ങും വേണം. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റിക്ക്, പത്രത്തിലൊരു സ്റ്റിക്കും ഉണ്ടാക്കിയെടുക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കിയത് എന്തിനാ അറിയോ, ഒരു പ്ലാന്റ് ആയിട്ടാണ് അവിടെ ഒട്ടിച്ച് ആ തൂങ്ങി നിൽക്കണ മാതിരി ഒരു ചെടി മാതിരി അവിടെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഇലകളൊക്കെ ഒട്ടിച്ചിട്ട് ആ പൂക്കളൊക്കെ ഒട്ടിക്കാനാണ്. ഇലകൾ ഇതാക്കുമ്പോൾ കുറച്ചൊന്ന് ഈസിയാവും. പിന്നെ ഈ സ്റ്റെമ്മിനൊന്ന് ഗ്രീൻ കളർ അടിച്ചെടുത്തിട്ട് ലീവ്സ് ഉണ്ടാക്കിയിട്ട് ലീവ്സ് ഒന്ന് ഗ്രീൻ കളർ അടിച്ചെടുത്തിട്ട് ഒട്ടിച്ചെടുക്കണം. പിന്നെ എൻ്റെ ഉമ്മ കളയാനിരുന്ന പാത്രം കഴുകുന്നൊക്കെ ആ സ്പോഞ്ചില്ല, അതിൻ്റെ മേലത്തെ ആ ഗ്രാസ് മരത്തെ ആ ഗ്രീൻ സാധനമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രാസാക്കി ഒട്ടിച്ചാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ വേസ്റ്റായ സാധനങ്ങൾ കൊണ്ട് നമുക്കിതിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ തീരത്തിന് പകുതി നമ്മുടെ ക്രാഫ്റ്റിൻ്റെ സാധനം തന്നെ ഉണ്ടാക്കി കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം എങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ഒട്ടിച്ചെടുത്തതാ ഫൈനൽ ലുക്ക് ആവാനായി. അപ്പോൾ ഫൈനൽ ലുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. പൂവ് ഒട്ടിച്ച്